ഓക്കെ പോന്നാ ചെരുപ്പിട്ടോ, ഇൻട്രോയ്ക്കുന്ന സമയമില്ല, വന്നപ്പോൾ ലേറ്റായി പോയി. ഓക്കെ ബാഗിനടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ടാറ്റാ ബൈ ബൈ സി യു. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ. ഇതാണ് വൈശുട്ടിയുടെ പാട്ട്. ഒക്ടോബർ 6-ാം തീയതി വൈശുട്ടി ഡാൻസ് ഉണ്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ ഈ പാട്ടാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഈ പാട്ട് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഈ പാട്ടിൻ്റെ വീഡിയോ ഉണ്ടല്ലേ. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ തുള്ളി നടക്കുന്ന പൂങ്കാറ്റേ അല്ലേ. ശരി ടാറ്റാ പോയിട്ട് സമയം മണി 7:15. അയ്യോ ഷേ ഒരുപാട് ലേറ്റായിപ്പോയി. സംഭവം കറക്റ്റ് ലോഗിൻ ചെയ്തായിരുന്നു, വേറെ വിഷയമൊന്നുമില്ല. ഓർഡർ അടിച്ചില്ല, അത് ഇവിടുന്ന് ഓർഡർ അടിക്കില്ലല്ലോ, അല്ല വിഷയം. എല്ലാം ഓക്കെ ആണല്ലോ, വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. സ്വൈപ്പ് ആവില്ല, അറിയാതെ ഡിസ്പ്ലേ മാറ്റണ്ടായിരുന്നു. പുതിയ ഫോൺ വാങ്ങിച്ചാൽ മതിയായിരുന്നു. എല്ലാം ഓക്കെ ആണല്ലോ, നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ആപ്പ് ഓൺലൈനാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, നേരെ പോകുക, അത്ര തന്നെ. ഓക്കെ അപ്പോൾ പോയിട്ട് ബാബാ സി യു. ബസ് മോട്ടില്ല, എന്ത് ചെയ്യാൻ? പെട്ടെന്ന് പോയിട്ടോ. ബസ് വിടാൻ മറന്നുപോയി. സാറിന് വണ്ടി എടുക്കും മുമ്പായിട്ട് പ്രേ ചെയ്യുമായിരുന്നു, അത് വിട്ടു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പുതിയ ടീഷർട്ട് വാങ്ങിച്ചായിരുന്നു സൊമാറ്റോയുടെ. സത്യം പറഞ്ഞാൽ ഇൻട്രോയൊക്കെ എടുത്ത് ടീഷർട്ട് ആക്കിയിരുന്നതാണ്, പക്ഷേ സമയമില്ല. ശരി ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പൂജപ്പുര മെയിൻ റോഡ് പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. നമ്മളങ്ങനെ മിലിറ്ററി ഏരിയ എത്തി. കാക്ക മിലിറ്ററി ഏരിയയാണ്. നമ്മളിൽ ബോംബിടും, വെടിവെക്കും, പലതും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ എസ്കേപ്പായി പോയി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ദിവസം ഇവിടെ ആപത്താണ് ഈ ഏരിയയിൽ. നമ്മളിവിടുന്ന് എസ്കേപ്പായി പോണത് ലോട്ടറി അടിക്കും പോലെയാണ്. ഇപ്രാവശ്യം ലോട്ടറി അടിച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ നമ്മൾ ജഗതി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഓർഡർ അടിച്ചില്ല. മണി 7:30 മണി ആവാറായി. എന്തോന്നത് പെട്ടെന്ന് അടി ഓർഡറൊക്കെ സമയം കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 27, 2024 വെള്ളിയാഴ്ചയാണ്. അത് വീക്ക് ഡേയ്സിൽ വെള്ളിയാഴ്ച നല്ല ഓർഡർ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഓർഡർ കെട്ടണം. ഇതുവരെ ഓർഡർ അടിച്ചില്ല, അതാണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യം. എന്തുകൊണ്ട് ഓർഡർ അടിക്കാത്തത്? ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ ഡയലോഗ് പറഞ്ഞില്ല, അതാണ് ഓർഡർ അടിക്കാത്തത്. ഏത് ഡയലോഗ്? ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ. ഇനി BGM ഇട്, കമോൺ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പറ. ഓക്കെ അപ്പോൾ ഇനി എന്തായാലും ഓർഡർ അടിച്ചോളൂ, വേറെ വിഷയമൊന്നുമില്ല. ഡയലോഗ് പറഞ്ഞല്ലോ, അത്ര തന്നെ. ഡെയിലി ഒരേ റൂട്ടല്ലേ, വാക്സിനേഷൻ വെള്ളക്കാട് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പോകുന്നത് പട്ടം, കേശവാസപുരം, ഉള്ളൂർ. കണ്ട് മടുത്ത്. ഓക്കെ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് എത്ര തന്നെ. ഫ്ലൈ ഓവറിൽ ബസ് പോകണുണ്ട്, സൂപ്പറായിരുന്നു. പ്ലെയിന് പറക്കും പോലെയല്ലേ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ അരുണ. ആക്സെപ്റ്റ് ഓർഡർ. കോട്ട് സുധീഷ്. പോവാം. കമൺ ക്വിക്ക്. ജൽസ കൺകളെ മൂടും ജൽസ, കനാവൈ തിറന്ന് വയ്ക്കും ജൽസ. സബ്സ്ക്രൈബർ 85,000 ആളായി. പുതിയ ടീഷർട്ട് കെട്ടിയിട്ടുണ്ട്, അടിപൊളി. സുധീഷ് വിലസ തന്നെ. ഇതൊക്കെ വിലസല. ഇനി ഉണ്ട് അല്ലേ, നമുക്ക് വേണ്ടത് 1 മില്യൺ ആണ്. ഇപ്പോഴത്തേക്ക് 1 ലക്ഷം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. പിന്നെ 85,000 കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ലക്ഷം അടിക്കാൻ എത്ര ദിവസം ആവും? ഒരു മാസം ആവോ? ഏതെങ്കിലും ഒരു വീഡിയോ പെട്ടെന്ന് ക്ലിക്ക് ആകുമ്പോൾ അങ്ങ് പെട്ടെന്ന് റീച്ച് കയറും. പിന്നെ കുറച്ച് പയ്യപ്പോൾ റീച്ച് കുറയും. അങ്ങനെ 10 വീഡിയോയിൽ ഒരു വീഡിയോ ക്ലിക്കാവും. ഇതാണ് കണക്ക്. അതുകൊണ്ട് അടുത്ത വീഡിയോ ക്ലിക്കാകുമ്പോൾ വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അത്ര തന്നെ. മനസ്സിലായല്ലോ. എന്തെങ്കിലും എല്ലാം മാറും. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ. ഓക്കെ റെഡി ആയിട്ടില്ല, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ വീഡിയോ ഉണ്ടാണല്ലോ നിങ്ങളല്ലേ. ഓക്കെ അപ്പോൾ ഇത് സൽമാൻ, ഇത് അജയ്, 2 പേര് നമ്മൾ LAPG ഗ്യാങ്ങിലെ ആൾക്കാരാണ്. അപ്പം പറ, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോണ്. ഓക്കെ ശരി എന്നാ. ഓക്കെ നമ്മളിവിടെ തന്നെ ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി നമ്മുടെ വീടല്ലേ. അപ്പോൾ ഓക്കെ അജയ് ബൈ പറ. കാണാം. വീട് എവിടെ? വീട് വയനാടാ. അപ്പോൾ ഇവിടെ ഓക്കെ ഇവിടെ എവിടെ താമസിക്കുന്നത്? നെടുമങ്ങാട്. ഓക്കെ നമ്മൾ അന്ന് പോയ ഏരിയ തന്നെ. ഓക്കെ പോട്ടാ, ബൈ. ശരി എന്നാ. സെറ്റിലായി. ശരി സൂപ്പർ. ഓക്കെ എന്നാൽ ഒരു ദിവസം വരാം അങ്ങോട്ടൊക്കെ. ശരി എന്നാൽ എന്താ. അപ്പോൾ ഇവിടെ പോയി നമ്മൾ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സൽമാനെ പരിചയപ്പെട്ടു, അജയും പരിചയപ്പെട്ടു. എന്നാൽ വെയിറ്റ് ചെയ്യണം, ക്രോസ് ചെയ്തിട്ടാണ്. വരണ സ്പീഡിൽ. ശരി വെയിറ്റ് ചെയ്യാം. ഇതുപോലെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട ദിവസം പോവുകയാണ് നമ്മളിപ്പം. സന്തോഷം സഹിക്കാൻ പറ്റില്ല. സുധീഷേ ഒരു രക്ഷയില്ല. റെഡി ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അയ്യേ, ഒരു വൈബ്രേഷൻ ഇല്ല, ഒരു സൗണ്ട് ഇല്ല. എന്തോന്ന് ഇത് ആപ്പ്? ആപ്പ് 8091 ഇതാ. ഓക്കെ കോഡ് പിക്ക്ഡ്. വാ വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല. ഓക്കെ പോന്നാ. ഓക്കെ ബൈ, സീ യു. കാണാം. അതെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നന്ദാവനമാണ്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം വെജ് നൂഡിൽസാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:40 ആയിട്ടുണ്ട്. ഓക്കെ നല്ല കിട്ടലും വൈബിൽ 2 പേരെ പരിചയപ്പെട്ട് നല്ല സന്തോഷം നിൽക്കുകയാണ്. ഇത് മതി ഇന്നത്തേക്ക് അല്ലേ. ഓക്കെ ഇവിടെയാണ് കസ്റ്റം ലൊക്കേഷൻ വരുന്നത്. ഇനി മാപ്പ് നോക്കി പോകാം. നേരെ പോയി റൈറ്റ് 150 மீட்டர் ദൂരം അടുത്തേന്. இங்கிருந்து நேராக போய் வலது பக்கம் ஒரு முடுக்கு இருக்குது. அந்த முடுக்குள்ளே ஏறினா கஸ்டமர் லொக்கேஷன் வந்தாச்சு. எங்கேயாக்கும் அந்த முடுக்கு இங்கே இருக்கா? ഓക്കെ ഇവിടെ തന്നെ. ഓക്കെ എവിടെയാണ് പറഞ്ഞത്? ഈ വീട് തന്നെ. ഇത് കസ്റ്റമർ നമ്പറല്ല, ഡമ്മി മാസ്കിങ് നമ്പറാണ്. ഇത് ഓരോ പ്രാവശ്യം പറയാണ്ടിരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. സൊമാറ്റോ ആണേ.
ഓക്കെ ശരി. പട്ടി ഇവിടെ എത്തിയോ? മതിലവിടെ. എൻ്റെ അമ്മോ, ചാടി വിളി വരുമോ? പേടിയായിരിക്കണം. ഓക്കെ പോന്നാ. ഓക്കെ അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. സൂപ്പർ വലിയ ഓർഡർ. സംസം പാളയിട്ട് പോകണം. കമോൺ കമോൺ ക്വിക്ക്. ലക്ഷങ്ങൾ സമ്പാദിക്കണം, കോടികൾ ആസ്തി ഉണ്ടാക്കണം. ബാ കമോൺ, നിൽക്കാൻ സമയമില്ല. ചുമ്മാ പറഞ്ഞ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് ജീവിക്കാൻ നടക്കണം നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് കിട്ടിയാൽ ഹാപ്പിയാണ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26-61 പൈസയാണ്. അപ്പോൾ അടുത്ത പോകേണ്ട സ്ഥലം സംസം പാളയം. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരം വരുമായിരിക്കും. സംസം പാളയം എങ്ങോട്ട് പോകേണ്ട സുധിഷേ? ഒന്ന് വെയിറ്റ് ചെയ്യും, ആലോചിച്ച് നോക്കി ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഒരു മാപ്പ് നോട്ട്. എനിക്ക് വഴി അറിയാം. ഓക്കെ പക്ഷേ ആ മാപ്പ് കാണിക്കുന്ന വഴി കൂടെ പോയാലേ നമ്മൾ കറങ്ങി വഴി തെറ്റി എവിടെയെങ്കിലും നിൽക്കുള്ളൂ. മനസ്സിലായോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഓക്കെ നമ്മളങ്ങനെ സംസം പാളയം എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും സ്ഥലമൊന്നുമില്ല. തൽക്കാലത്തേക്ക് ഈ സൈഡിലൂടെയും പാർക്ക് ചെയ്യാം. ഫുഡ് റെഡിയായി പോയി എടുത്തിട്ടുണ്ടോ? റെഡിയാണ്. 6153 ഇതേനെ 6753. തമിഴിൽ പറയണമെങ്കിൽ 6753, മലയാളത്തിൽ പറയണമെങ്കിൽ 6753. ഏകദേശം സെയിം ആണ്. ഓക്കെ അപ്പോൾ ഓർഡർ പിക്ഡ്, കോഡ് പിക്ഡ്. അപ്പോൾ ഓക്കെ പോന്നാ. കമോൺ. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂന്തുറയാണ്. ഇവിടുന്ന് 8.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബറോട്ട ആൻഡ് ലിവർ ചിക്കൻ ഫ്രൈ ആണ്. ലിവർ ചിക്കൻ അല്ല, ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ. മണി ഇപ്പോൾ കറക്റ്റ് 8 മണി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡറാണ്. കുറച്ച് ലോങ് ഓർഡർ, കുഴപ്പമില്ല. ഒരു 8 കിലോമീറ്റർ ഇട്ടില്ലോ. 8 കിലോമീറ്റർ എങ്ങനെ പോയാലും 100 രൂപയായിരിക്കും. ഓക്കെ നമ്മൾ ഈഞ്ചക്കൽ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലോ. എന്തായി വർക്കുകളൊക്കെ? സ്മാർട്ട് സിറ്റി വർക്കൊക്കെ വർക്ക് തീരാൻ സമയം എടുക്കുമായിരിക്കും മിക്കവാറും. വലിയ വർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മിക്കവാറും വലിയ പാലം വരും തോന്നുന്നു, ഫ്ലൈ ഓവർ പോലെ. ഇതൊരു പൊടി ഇതും പോ മൂക്കി കയറണം. ചുമ്മാ അത്രയ്ക്കൊന്നുമില്ല, അത്ര തന്നെ. ഓക്കെ ഇവിടെ തന്നെ അല്ലോ റൂട്ട് മാറിയ സുധീഷ? ഇല്ലല്ലോ, ഇതാണ് പരുത്തിക്കുഴി ജംഗ്ഷൻ. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. റൈറ്റ് തന്നെ സുധീഷ. നോക്ക്. അയ്യോ തെറ്റിയിട്ട് അപ്പുറത്തെ റൈറ്റ് ആയിരുന്നാ. ഏതോ ഒരു ഓർമ്മയിൽ ഇവിടെ കയറിപ്പോയി. ഓക്കെ പയ്യെ ക്രോസ് ചെയ്ത വണ്ടിയൊന്നുമില്ല. വണ്ടികൾ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹൈവേ നിന്ന് നമ്മൾ സർവീസ് റോഡ് കയറുന്ന നേരത്ത് കറക്റ്റ് ഇൻഡിക്കേറ്റർ നോക്കി ബാക്കിൽ ഫ്രണ്ടിൽ വണ്ടി വരാൻ നോക്കിയാണ് ക്രോസ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ ഇങ്ങോട്ടാണ് പൂന്തറ ഏരിയ വരുന്നത്. അപ്പോൾ പൂന്തറ ഏരിയയിൽ നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഹായ് പൂന്തറ ഗായ്സ്. നല്ല അടിപൊളി ബിസിയായ ഏരിയ. കുറേ കടകളുണ്ട്, കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കച്ചവടം കൂടുതലുള്ള ഏരിയയാണ്. അതുകൊണ്ട് എപ്പോഴും ബിസി ആയിരിക്കും കാണാൻ. അവിടെ എന്തോ 2 പയ്യന്മാർ അടി കൊടുക്കണം. എന്ത് കളിക്കാണ് അടിക്കണതാ? കളിക്കണത്. റീച്ച് ലൊക്കേഷൻ. ഹലോ സൊമാറ്റോ ആണേ. സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയിട്ടുണ്ടേ ലൊക്കേഷനിൽ. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് 4-5 പയ്യന്മാർ. അവിടെ നിൽക്കുകയാണ്. ഓക്കെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി. ഇവിടെ ലാൻഡ് മാർക്കറ്റ് പറയാൻ വേറെ ഒന്നുമില്ല. ഫുട്ബോൾ കളിക്കുന്ന പയ്യന്മാരെ പറയാൻ പറ്റുള്ളൂ. അടിക്കിന്നിക്കാഴി അവിടെയാണോ? ഓക്കെ ഇവിടെ അല്ലേ? ഓക്കെ എന്നാ ശരി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 95 രൂപ 26 പൈസയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ മണക്കാട് പോകാമല്ലോ. മണക്കാട് പോയാൽ ശരിയാവോ? മണക്കാട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കുമരിച്ചന്ത. ഇവിടെ നേരെ പോയി അമ്പലത്തിലെത്തും. അവിടെ നമ്മൾ നേരെ അങ്ങനെ പോകാം. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. അന്നാണ് പയ്യെ കറി വേണം. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ ഒപ്പം അടിച്ചാണ് ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, ഒന്നും ആയില്ല. അതൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. റോഡായി ഇങ്ങനെ തന്നെ പേടിക്കണ്ട. ആക്സെപ്റ്റ് ഓർഡർ കോഡ്. അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ 8:30 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കല്ലാട്ട് ബുക്കാണ്. നിൽക്കുന്ന സ്ഥലമല്ല, കല്ലാട്ട് ബുക്കിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. അവിടെ മൊത്തം കേബിൾ കട്ടായി. എന്തിനാണ് കാണിക്കണത്? ഇവിടെ എന്തിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ മഞ്ഞ നീലം ചുവപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ആളാവോ? നമ്മളതൊക്കെ പഠിച്ചതിന് ഒരു സമയത്ത് മനസ്സിലായ? അത് ബോംബ് വയ്ക്കാൻ വേണം. നീ എവിടെയെങ്കിലും നീ തീവ്രവാദിയാണോ? നീ അന്ന് ഉണങ്ങിയില്ലെന്ന് ഇപ്പോൾ മണ്ണ വെച്ചെങ്ങനെ? നന്ദുല്ലേ നീ ആടേ? ഞാൻ തീവ്രവാദി വിചാരിച്ചു. ഓക്കെ അപ്പോൾ നീ ബോംബ് വയ്ക്കാൻ വന്നില്ലേ? മനസ്സിലായി. പഴയ വൈരാഗ്യം വെച്ചോണ്ട് നീ ആർക്കോ പണിയിലാ നിൽക്കുകയാണല്ലേ? ഈ ഫോണൊക്കെ നീ വാങ്ങിച്ച ശമ്പളത്തിലാണ് വെച്ചത്? ഈ ഫോണൊക്കെ നീ ശമ്പളത്തിൽ വെച്ചാണ്? ശമ്പളം എന്ന പേരിൽ പൈസകൾ മുക്കി എടുത്തിട്ട് ഫോൺ വാങ്ങിച്ച് നടക്കുന്നു. നീ അന്ന് കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ 60,000, ഇപ്പം 80 കിലോ. എങ്ങനെയാണ്? സ്വർണ്ണ വാള. ഇൻകം ടാക്സ് വരും, പിടിച്ചോണ്ട് പോ. നോക്കിക്കുക. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ലാസ്റ്റ് ജാമ്യം നിൽക്കുന്നില്ല ആർക്കും വേണ്ടിയിട്ടും. ഞാൻ ഈ വഴിക്ക് വന്നപ്പോൾ തന്നെ കണ്ടു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നന്ദു. ഞാൻ വിചാരിച്ച് നന്ദു ഒരു മാമൻ വിചാരിച്ചു. നോക്കി നന്ദു ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്യണ്ട? വീട്ടിൽ പോകണ സമയമില്ലേ നിനക്ക്? അതെങ്ങനെയാണ്? മരം വീണ് പൊട്ടിയതാ? ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? നിൽക്കണോടാ? ഞാനെനിക്ക് ജോലി ഉണ്ട്. പറയാം ഓർഡർ ചെയ്യണ്. ചുമ്മാ ചോദിച്ചു പറഞ്ഞാൽ നിൽക്കണോ? നന്ദു അനന്തുവാ? അവൻ വിളിക്കോളൂ. വരാനൊന്നുമില്ല. കല്യാണമായി അവന്? അനന്തുനാ? തള്ള ശരി തന്നെ. ഫേസ്ബുക്ക് വഴി ലൈൻ ചെയ്യപ്പെടാണ്. അടുത്ത വർഷം. തള്ളു. അപ്പോൾ ഞാൻ പോടാ. അപ്പോൾ ഓക്കെ ബായ്. എൻ്റെ പണി നടക്കട്ടെ. അപ്പോൾ കംപ്ലീറ്റ് നല്ല പോലെ ലൈനൊക്കെ അടിച്ച് ശരിയാ കേട്ടല്ലോ. നീ ഈ ലൈൻ അടിക്കണ്. നിനക്ക് ലൈനില്ലടേ? ഈ ലൈനൊക്കെ ജോയിൻ ചെയ്യാൻ അറിയാം, നിനക്ക് ലൈനില്ല. ഇതിലേക്കടാ
പെണ്ണും കണ്ട് ജീവിക്കണ്ടേ? വയസ്സ് എത്ര വേണ്ട? ആള് നല്ല മാമനെ പോലെ ഇപ്പം കറക്റ്റ് സൈസാണ് ഇപ്പം. ഇതായിട്ട് പോലീസ് നോക്കിയിട്ട് പോണ്. ഞാനല്ല ബോംബ് വെക്കണം. ഇവനാണ്. ഞാനല്ല എനിക്ക് ആരും തരണൂടാ. ഞാൻ പോണേ. എനിക്ക് അറിയണ്ട, നിന്നെ ആരും പരിചയമില്ല. ഞാൻ ഈ വഴി വന്നപ്പോൾ വഴി വയ്ക്കാൻ വന്നത്. മണക്കാട് എങ്ങോട്ട് പോകണം? മണക്കാട് നേരെ പോയിട്ട് ലെഫ്റ്റാ റൈറ്റാ? ഇതാ എളുപ്പ വഴി. കണ്ട വഴി കാണാൻ പറ്റുമോ? ഓക്കെ ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് കോമഡികള്. ഈ കോമഡി ചിരിക്കില്ല പണ്ട് ഡിവൈനിലൊക്കെ. മറന്നുപോയാ? എന്ത് ലുക്കൂടെ ഇത്? നന്ദുമല്ല അത്. നിനക്ക് വേണോടാ. നീ എന്നെ എന്ത് കളിയാക്കി? സൈസാണ്, വണ്ണമാണ്, പഴുത്തിരിക്കണത്. ഇപ്പൊ നീയാണെന്ന് പഴുത്തിരിക്കണത്. ഞാനെ കണ്ട എപ്പോഴും ഫിറ്റ്നസ് ആയി കണ്ട. ശരി പോട്ടെ, വേറെ വയറ് കുറച്ച്. ശരി പോട്ടെ, സമയടാ. ബൈ, സീ യു. പണി കഴിഞ്ഞാ? ഓക്കെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. പറയൂല, ജന്മത്തെ പറയൂല. ഓക്കെ, ഇത് നമ്മളെ കൂട്ടുകാരിൽ അനിയനെ പോലെയാണ് നന്ദു. പിന്നെ ഇവൻ്റെ കാറിലാണ് നമ്മൾ പോയത് മൂന്നാറൊക്കെ. എന്ന് ഫാമിലിയായിട്ട് പോയി. ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം. സമയം അയ്യോ ഒരുപാട് സമയമായി. ഇതാണ് നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 1 മണിക്കൂറാവും സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ കമോൺ കോയ് സമയം കൊണ്ടൊക്കെയാണ്. കമോൺ കോയ് കോട്ടാക്കി നിൽക്കണം. നമ്മളങ്ങനെ മണക്കാട് ജംഗ്ഷനെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ബറോട്ട ഹട്ട്. ഓക്കെ, പെറോട്ടയാണോ പരാത്തയാണോ ബറോട്ടയാണോ എല്ലാം പറയുമല്ലേ. നമ്മൾ ബറോട്ട എന്ന് പറയുള്ളൂ. BAROTTA ബറോട്ട. റീച്ച് ലൊക്കേഷൻ റെഡിയായ? ഓക്കെ റെഡിയായി. പോയി പിക്ക് ചെയ്യാം. 6796. ഓക്കെ പിക്ക്ഡ് ഓർഡർ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലത്തിലാണ്. ഇവിടെ 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് റോസ്റ്റ് ആൻഡ് ഇടിയപ്പമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. ഇപ്പോൾ റോഡൊക്കെ സൂപ്പറായിട്ട് കല്ലാട്ടുമുക്ക് ഭാഗത്തൊക്കെ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ക്ലിയർ ആണ്, വേറെ വിഷയമൊന്നുമില്ല. ഇനി നല്ല മഴ പെയ്താൽ പോലും വെള്ളപ്പൊക്കം വരില്ലെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ സ്മാർട്ട് സിറ്റി വർക്ക് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എത്ര വലിയ മഴ പെയ്താലും മഴവെള്ളം പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ടിൽ ഓടയുണ്ട് 2 സൈഡുമായിട്ട്. അപ്പോൾ ആ ഓട വഴി വെള്ളം പൊയ്ക്കോളെന്നാണ് തോന്നുന്നത്. നോക്കാം, വരുമ്പോൾ അറിയാൻ പറ്റും മഴ പെയ്യുമ്പോൾ അല്ലേ. പെട്രോൾ കുറവാണ് ടാങ്കിൽ. 150 അടച്ചിട്ടുണ്ടേ. പഴഞ്ചിറ ദേവക്ഷേത്ര ട്രസ്റ്റ്. ഇങ്ങോട്ട് തന്നെ പോകേണ്ടത് കറക്റ്റ് തന്നെ. ഓക്കെ, ഇങ്ങോട്ട് തന്നെ നേരെ പോയി ഒരു വളവ് കഴിഞ്ഞാൽ ലൊക്കേഷൻ എത്തും. റീച്ച്ഡ് ലൊക്കേഷൻ. ഓക്കെ, ഇവിടെയാണ് വീട് പറഞ്ഞത്. ഹലോ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ തരുന്നുണ്ട്. ഇവിടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 31 രൂപ 80 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ പിസേറിയ. അക്സെപ്റ്റ് ഓർഡർ. ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? പുറകോട്ടല്ലേ പോകേണ്ടത്? ഓക്കെ, വണ്ടി ബാക്കഡ്. പുറകോട്ട് വണ്ടി വിളിച്ചോ. പിസേറിയ ഗ്രീൻ പിസേറിയ വന്താച്ച് റീച്ച് ലൊക്കേഷൻ. ഇതേത് പാട്ട്? ചുമ്മാ ഒരു പാട്ട് അടിച്ചു വിട്ടത്. സ്വന്തം കമ്പോസിൽ പാടിയ പാട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചേർന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലപോലെ ഇതുപോലെ കുറേ പാട്ടിൻ്റെ ഉണ്ട്. എവിടെ കൊണ്ട് ബൈക്ക് വയ്ക്കാൻ എല്ലാം ഫുള്ളായിരിക്കും. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡിയായ? അപ്പോൾ റെഡി ആയിട്ടുള്ള 4 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. ശരി, കുഴപ്പമില്ല. പുഷ് 9396 ശരി. ഓക്കെ എന്നാൽ ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഭീമാപ്പള്ളിയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പെരി ഫ്രൈസ്, നോർമൽ ഫ്രൈസ് ആണ്. മണിപ്പോൾ കറക്റ്റ് 9:10 ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു 50 മിനിറ്റ് സമയമുണ്ട്. നമ്മളങ്ങനെ അഗൈൻ ഹൈവേ എത്തിയിട്ടുണ്ട്. ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടൽ, ഒരു പേടിയുണ്ട് മനസ്സിനകത്ത്. തന്നാൽ വെയിറ്റ് ചെയ്യണം. ഞാൻ കയറി കിട്ടണം. വെയിറ്റ് പ്ലീസ്. ഓക്കെ, സൂപ്പർ കയറിയിട്ടുണ്ട്. അത് വലിയ ബസ് നിൽക്കണം. ഇവിടെ നിൽക്കാൻ പാടില്ലല്ലോ, വണ്ടി ബ്ലോക്ക് ആവല്ലേ. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ആസാദ് നഗർ. ഓക്കെ, ഇനി ഇവിടെ കറക്റ്റ് 550 മീറ്ററേ ഉള്ളൂ കസ്റ്റമർ ലൊക്കേഷൻ. ഏകദേശം ഭീമാപ്പള്ളി അടുത്താണ് പറഞ്ഞത്. ഭീമാപ്പള്ളി കാണാൻ പറ്റിയ കൊള്ളായിരുന്നു. നോക്കാം. ഓരോ ഏരിയയ്ക്ക് ഓരോ വൈബ് അല്ലേ. പൂന്തുറയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വൈബാണ്. ഒരു മുസ്ലിം ഏരിയ. ഇത് വലിയ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ വൈബാണ്. ക്രിസ്ത്യൻ പള്ളികൾ കുറേ ഉണ്ട്. ഇനി എങ്ങോട്ട് റൈറ്റ് പോകണോ? വഴി ഉണ്ടെന്ന് കാണിക്കണത്. പോയി നോക്കാം. ഇത് ആ റൂട്ടാണ്. അത് മാപ്പ് കാണിക്കണം, അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. ഇതവിടെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് വഴി ഉണ്ടായില്ലെന്ന് ഡൗട്ടാണ്. അയ്യോ വഴി ഇല്ലെന്നാണ് തോന്നുന്നത്. വഴിയില്ല, തേച്ച് കളഞ്ഞു മാപ്പ്. വണ്ടി ബാക്ക് പോട്ടെ. പന്ന മാപ്പേ നിനക്ക് വച്ചിട്ടുണ്ടാ. ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ പണി തരുമോ. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ ലെഫ്റ്റ് പോകണോ? ഇല്ലാത്ത വഴി ഉള്ളതായിട്ട് കാണിക്കൽ ഞാൻ അടി തരും. നോക്കിക്കോ, ഇവിടെ വഴിയുണ്ടെന്ന് തോന്നട്ടാ. വഴി ഉള്ളതുപോലെ വൈബ് അടിക്കുന്നു. കുഴപ്പമില്ല, വഴി കാണുമായിരിക്കാം. ഡെഡ് എൻഡ് ആവോ? ഇല്ല, ആവാൻ ചാൻസ് ഇല്ല. നല്ല വലിയ റോഡാണ്. ഓക്കെ, സൂപ്പർ. പുറകോട്ട് കുറച്ച് മുമ്പിലായിപ്പോയി. ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കറക്റ്റ് 120 മീറ്റർ ദൂരമേ ഉള്ളൂ കസ്റ്റമർ ലൊക്കേഷൻ എത്താനായിട്ട്. ഇവിടെ ലെഫ്റ്റ്. സുധീഷ പതുക്കെ പോകും, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ വഴി എവിടെയാണുള്ളത്. നീ പാട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ശരി. ഓക്കെ, താങ്ക് യു. സോറി.
ഓക്കെ, ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ ആണ് കേട്ടോ. ആ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഇവിടെ ലൊക്കേഷനിൽ. ആ മുടുക്കിനകത്തുണ്ടല്ലോ, അവിടെ നിൽക്കുകയാണ്. അവിടെ ഏത് വീടാണിത്? ഹലോ, കേൾക്കാമോ? ആ ഇത് ഒരു മിനിറ്റ് ചോദിക്കട്ടെ, ഇതെവിടെ കേട്ടോ? ഭീമാപ്പള്ളി പുതുവൽ ഹൗസ് തന്നെ. ഇതെവിടെയാണ് വരുന്നത് പറയാമോ ഒന്ന്? ഒരാൾ ഇവിടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഓക്കെ ഓക്കെ ശരി. ആ അതാണ്. ചെറിയ ഇടവഴി. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി ശരി, ഓക്കെ, താങ്ക് യു എന്നാ. ശരി. മാപ്പ് കാണിച്ച ലൊക്കേഷൻ തെറ്റായി പോയല്ലോ. പക്ഷേ കുഴപ്പമില്ല. ആദ്യം അവിടെ കാണിച്ചായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു. പിന്നെ മാപ്പ് ആ റോഡ് മാറി തന്നെ, ഇത് സ്ഥിരമുള്ളതിനാ. കുഴപ്പമില്ല, അത്ര തന്നെ. ഓക്കെ ഓക്കെ ശരി, കുഴപ്പമില്ല. ഓക്കെ, മാപ്പ് നല്ല പണിയാന്ന് കാശായിട്ട് ഒരു 1.5 കിലോമീറ്റർ മാപ്പ് കറക്കി നമ്മളെ. ഭയങ്കര മോശപ്പെട്ട ഒരു പരിപാടിയായിപ്പോയി മാപ്പ് കാണിച്ചു കേട്ടോ. ഭയങ്കര ടാപ്പ് കേട്ടോ മാപ്പ്, നീ വെറുത്തു പിന്നെ. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തിറങ്ങി റൈറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് എടുത്തിട്ട് ഇവിടെ എവിടെയാണോ എന്തോ ഒന്ന് വിളിച്ച് നോക്കാം. ഒരു പിടിയില്ല. അയ്യോ, ഒരു പിടിയില്ലോ ദൈവമേ, ഇതെങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം. എന്തെങ്കിലും ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ലാൻഡ് മാർക്കായിട്ട് പറയാനൊന്നുമില്ല. ഈ മുടുക്കായിരിക്കുന്നു നോക്കിയാൽ ശരിയാണ്. ആ ഈ ബമ്പുവിൻ്റെ അവിടെ ചേർന്നിട്ട് റൈറ്റിലാണെന്ന് പറഞ്ഞു അല്ലേ അവർ. ഇവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത്, ഇവിടെ തന്നെ. അവിടെയാണോ? ഓക്കെ ഓക്കെ കേട്ടോ, ശരി, താങ്ക്സ്. ആ വഴി അപ്പുറത്ത് കാണിച്ചാൽ അങ്ങോട്ട് പോയത്. ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവറി ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. കുറച്ചൊന്ന് കറങ്ങി. എന്തായാലും മാപ്പിന് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും കറക്കിയതിനും ഇത്രയും സമയം കളഞ്ഞതിനും. ഓക്കെ, സന്തോഷമായല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37 രൂപ 20 പൈസയാണ്. എന്തോന്ന് സെൽഫിയാ? ഓക്കെ, ഫോട്ടോ സൂപ്പറല്ലേ, ഒട്ടും ഗ്ലാമറല്ലേ സുധീഷല്ലേ. ശരി, ഓക്കെ പോകാം. ഇത് യാത് വഴി എവിടെയാണെന്നൊരു പിടിയില്ല. എവിടേക്കൂടെ കറങ്ങി എവിടെ എത്തി ഞാൻ. ഇത് മെയിൻ റോഡ് എവിടെയാണെന്നൊരു പിടിയില്ല. ഇങ്ങോട്ട് പോകണം, തെക്കോട്ട് പോകണം, കിഴക്കോട്ട് പോകണം, മേക്കോട്ട് പോകണം. ശരി, ഇങ്ങോട്ടെങ്കിലും പോകാം. നമ്മളങ്ങനെ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇത് ഭീമാപ്പള്ളിൻ്റെ ബാക്ക് ഗേറ്റാണ്. നമുക്ക് ഫ്രണ്ടിൽ പോകണമെങ്കിൽ പോകാമായിരുന്നു, കുഴപ്പമില്ല, പിന്നെ പോകാം. സമയമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. ഇനി അരമണിക്കൂർ ബാക്കി സമയമുണ്ട്. ഇവിടുന്ന് മണക്കാട് പോകാൻ 10 മിനിറ്റ് ആവും, 9:40 ആവും. അങ്ങനെ ആകുമ്പോൾ ഇനി ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഓർഡർ എടുത്ത് നേരെ വീട്ടിൽ പോകും, അത്ര തന്നെ. ഓക്കെ, നമ്മളങ്ങനെ മണക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പിന്നെ എവിടെ പോയി നിൽക്കാൻ, ഓർഡർ അടിക്കണില്ല. മണി 9:45. അപ്പോൾ ഇനി ഓർഡർ അടിക്കുന്നുള്ള കാര്യം ഡൗട്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഈ സൈഡിൽ നിൽക്കാം. ബാ, ഇവിടെ നിൽക്കണോ അപ്പുറത്ത് നിൽക്കണോ? അവിടെ പോയി നിൽക്കാം അല്ലേ, ഇവിടെ രസമല്ലേ നിൽക്കാൻ, ചുമ്മാ രസം. ഓക്കെ, ഈ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ സ്ഥിരമുള്ള സ്ഥലം. ഇവിടെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓർഡർ അടിക്കില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാപ്പ് ഓഫ്ലൈൻ ആയിട്ട് വീട്ടിൽ പോകും. ഇത് തന്നെ സ്ഥിരമുള്ള പ്ലാൻ. അപ്പോൾ ഇന്ന് വെയിറ്റ് ചെയ്യാൻ പോകണം. മണി 9:45. സൊമാറ്റോ ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളത്, ആപ്പവിടെ മാറി കിടക്കുകയാണല്ലോ. പേ ഔട്ട് കാണിക്കണില്ല. ഫീഡ്, ജിക്സ്, പോക്കറ്റ്, മോർ എപ്പോഴും പോലെ തന്നെ, വലിയ വ്യത്യാസമില്ല. ഫീഡും വലിയ വ്യത്യാസമില്ല, സെയിം ആണ്. ഈ പോക്കറ്റ് മാത്രമാണ് ഭയങ്കര വ്യത്യാസം. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതിൽ പേ ഔട്ട് ഇങ്ങനെയാണ് നോക്കിയപ്പോൾ ഇതാണ് പേ ഔട്ടും സംഭവം ഇല്ല. ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറ്റേത് കറക്റ്റായിരുന്നു. ഇതിന് മുമ്പുള്ള ഇത് കംപ്ലീറ്റ് അത് മാറി കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആപ്പ് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി അടുത്ത ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പറഞ്ഞിടും. അങ്ങോട്ട് കല്ലാട്ട് നമുക്ക് ഭീമാപ്പള്ളി പോകേണ്ടി വരും. പോയിട്ട് തിരിച്ച് കാലടിച്ച് പറഞ്ഞ നഷ്ടമാണത്. കെട്ടുന്ന 30 രൂപയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ജോലി മതിയാക്കി നേരെ വീട്ടിൽ പോകാം. ബാ. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 265 രൂപ 14 പൈസയാണ് ഓർഡർ ഏർണിങ്സ്. ഇതിനകത്ത് 75 ഇൻസെൻറ്റീവ് ഉണ്ട്, ടിപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നോടി മൊത്തം കിലോമീറ്റർ 35ആണ്. അപ്പോൾ ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ. മൊത്തം 4 ഓർഡറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടം നഷ്ടമാണ്. ഇതിൻ്റെ മെയിൻ മിസ്റ്റേക്ക് ഞാനാണ്. ഞാൻ ഇറങ്ങിപ്പോൾ 7:30 മണി അടുപ്പിച്ചായി. അപ്പോൾ അങ്ങനെ 2.5 മണിക്കൂർ ആപ്പോൾ ഓടിയുള്ളൂ. ആ 2.5 മണിക്കൂറുള്ള പേയ്മെൻറ്റ് ഇത്ര കിട്ടുള്ളൂ. ഒരു 4 മണിക്കൂർ കറക്റ്റ് ഓടിയെങ്കിൽ ഒരു 450-500 അടുപ്പിച്ച് കിട്ടിയാണ്. പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, യൂട്യൂബിന് കണ്ടന്റ് ആയല്ലോ. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിൽ പോകുന്ന വേറെ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ വീട്ടിലോട്ട് പോകാൻ ഇവിടുന്ന് കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. കണ്ണും താക്കലന്താച്ച് വീട്ടുക്ക് നാമ വந்தாச்சு. ഓക്കെ, കണ്ണിൽ മട്ടും കണ്ണോ കലന്താച്ച്. ഇതാണ് ടീഷർട്ട്. എങ്ങനെ കൊള്ളാം. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ എന്താ ഈ കുഴപ്പമില്ല. ഇനി നമുക്ക് സൊമാറ്റോ ജോലിക്ക് പോകുമ്പോൾ വീട്ടോട്ട് പോകാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും യൂണിഫോം ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് സെൽഫി എടുക്കാൻ നേരത്ത്. ഇനി വലിയ കുഴപ്പമില്ലാതെ എല്ലാ പ്രാവശ്യവും ഈസി ആയിട്ട് സെൽഫി പാസ്സാകും. അപ്പോൾ അതങ്ങനെ വേറെ ഒന്നും പറയാനില്ലോ. അപ്പോൾ പറയാണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്, കാണിക്കാണ്ടെല്ലാം കാണിച്ചിട്ടുണ്ട്, കൊടുക്കുന്ന ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏണിങ്സ് കുറവാണ്. അപ്പോൾ അത് ചെറിയ വിഷമമുണ്ട്. എന്നാലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ്. നമ്മൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. യൂട്യൂബ് നോക്കേണ്ടിരിക്കണം, സൊമാറ്റോ നോക്കേണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്സിക്കാൻ ചാൻസ് ഉണ്ട്, സമയം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതന്നെ വേറെ ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ചെറിയ ക്ഷീണമുണ്ട്, ആരും കഴിക്കണം. കഴിച്ചാൽ ഉഷാറാവും. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്.
Okay, sir, watching.